ഹായ് ഹലോ പനകത്തിയാ ലക്സുകളിലെ. അപ്പൊ ഇന്ന് നമ്മുടെ മൈ ഓണം കിച്ചൺ സീരീസിൽ 6ാമത്തെ ദിവസമാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ അടുക്കള ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പെയിന്റിങ് കണ്ടോ, ഇത് ഞാൻ കൊറോണ ടൈമിൽ ഇവിടെ ഇരുന്ന് വരച്ചതായിരുന്നു കേട്ടോ. അപ്പൊ വലിയ വരകാരിയൊന്നുമല്ല, പിന്നെ ആ ഒരു സമയത്ത് സമയം പോക്കിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ അടുക്കളയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും വിശാലമായുള്ള ഒരു സ്ഥലം ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് ഓടി നടന്ന് പാചകം ചെയ്യാൻ പറ്റിയ രീതിയിൽ ഇടമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ അടുക്കള ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇനി നീട്ടിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ എരിശ്ശേരിയാണേ. അപ്പൊ അതിനായിട്ട് ഞാൻ വൻപയർ തലേന്ന് തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി ഞാൻ കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇപ്പൊ അതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പൊ ഇനി നമുക്കിതൊരു 3 വിസിൽ കേൾപ്പിച്ചെടുക്കാവേ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മത്തങ്ങയെന്ന് തൊലിച്ചെത്തിയെടുക്കാം. ഇനി ഇതെല്ലാം ഒന്നൊരു മീഡിയം സൈസിൽ നമുക്ക് അരിഞ്ഞെടുക്കാവേ. അരിഞ്ഞെടുത്ത മത്തങ്ങ ഒരു ചട്ടിയിലേക്ക് മാറ്റി അതിലേക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് മുളക് പൊടിയും ഒപ്പം തന്നെ അല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കാം. അപ്പൊ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കുന്നതിന് ഞാനിവിടെ എടുക്കുന്നത് തേങ്ങാപ്പീരയും ഒപ്പം 2 പച്ചമുളകും ചെറിയൊരു സൈസ് സവോളയുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് കുഞ്ഞുള്ളി ആയിരുന്നു വേണ്ടത്, എന്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സവോള ചേർത്തത്. അപ്പൊ നിങ്ങൾ ചേർക്കുമ്പോൾ കുഞ്ഞുള്ളി ചേർക്കണേ. ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി വെന്ത മത്തങ്ങയിലേക്ക് വേവിച്ച വൻപയർ കൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ ഇതിന്റെ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചു എടുക്കാം. അപ്പൊ അതിനായിട്ട് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇനി ഈ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേപ്പിലയാണ് കേട്ടോ. അടുത്തത് ഇതിലേക്ക് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നല്ലതുപോലെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഞാൻ ഈ സമയത്ത് ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഓണസദ്യയിലൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു അടിപൊളി മത്തങ്ങ എരിശ്ശേരി. അപ്പൊ ഇത് എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. ഒപ്പം പുതുതായി ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.